والحمد لله رب العالمين والصلاة والسلام على رسوله النبي الكريم ما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ഖുർആൻ ഷരീഫ് തറാവീഹ് നമസ്കാരത്തിലൂടെ കേൾക്കുവാൻ അവസരം കിട്ടി നമ്മളിൽ അധിക പേർക്ക്. സഹാബാക്കളുടെ കാലം മുതൽ ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഖുർആൻ ഷരീഫ് തറാവീഹ് നമസ്കാരത്തിലൂടെ, അതായത് ഒരു മാസത്തെ സമയത്തിനുള്ളിൽ ഖുർആൻ ഷരീഫിനെ പൂർത്തീകരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിന് നൽകിയത്. അങ്ങനെ റമദാൻ മാസത്തിൻ്റെ തറാവീഹ് നമസ്കാരത്തിലൂടെ ഖുർആൻ ഷരീഫ് പൂർണ്ണമായി കേൾക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും, പിന്നീട് ഉലമാക്കളെല്ലാവരും ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി എല്ലാ മദ്ഹബുകളുടെയും ഉലമാക്കൾ തറാവീഹ് നമസ്കാരത്തിൽ ഖുർആൻ ഷരീഫ് പൂർത്തിയാക്കുക എന്നുള്ളത് മുസ്തഹബാണ്, ശ്രേഷ്ഠമാണ്, സുന്നത്താണ് എന്ന് പ്രഖ്യാപിക്കുന്നു. കാരണം സഹാബാക്കൾ നടപ്പിലാക്കിയ ഖുർആൻ ഷരീഫ് കേൾക്കാനുള്ള അവസരം ഒരുക്കുകയും അത് നിലവിൽ വരികയും ചെയ്തു. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, ഖുലഫാക്കൾ നടപ്പാക്കുന്ന രീതികൾ അത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രത്യേകിച്ച് ഹനഫി ഫിഖിലൊക്കെ ലാ യുത്രക്കു ബി കസ്ലിൽ ഖൗം ലി കസ്ലിൽ ഖൗം, ജനങ്ങൾ മടുപ്പ് കാണിച്ചാലും ഖുർആൻ ഷരീഫ് പൂർത്തിയാക്കുക എന്നുള്ളതിനെ ഉപേക്ഷിക്കരുത്, അത് പ്രത്യേകം പൂർത്തീകരിക്കേണ്ടത് തന്നെയാണ്, ശ്രേഷ്ഠമാണ്, സുന്നത്താണ് എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റു ചില ഫിഖുകളിൽ ജനങ്ങൾ മടി കാണിക്കുന്നുവെങ്കിൽ ഉപേക്ഷിക്കാം എന്ന് കാണാൻ കഴിയും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഖുർആൻ ഷരീഫ് തറാവീഹിൽ പൂർത്തീകരിക്കുക എന്നുള്ളത്. സഹാബാക്കളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഖുർആനുമായി അവരുടെ ഹൃദയം അങ്ങേയറ്റം ബന്ധപ്പെട്ടതായിരുന്നു. ഖുർആൻ ഷരീഫ് ഇറങ്ങുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എഴുതിപ്പിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്തിരുന്നു. ധാരാളം സഹാബാക്കൾ ഖുർആൻ ഷരീഫ് എഴുതുന്നവർ, കാത്തിബീനെ വഹി എഴുതുന്ന സഹാബാക്കൾ എന്ന് പ്രത്യേകമായി അറിയപ്പെട്ടിരുന്നു. അവർ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പല സഹാബാക്കളുടെ കയ്യിലും ഖുർആനിൻ്റെ വലിയ ഭാഗം തന്നെ അവർ ഒരുമിച്ച് കൂട്ടുകയും, ചിലരോടൊപ്പം കുറച്ചുണ്ടാവും, ചിലരോട് കൂടുതലുണ്ടാവും, ഇങ്ങനെ പല നിലയിൽ സഹാബാക്കളുടെ കയ്യിൽ ഖുർആൻ ഷരീഫ് സംയോജിപ്പിച്ച നിലയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മനഃപ്പാഠമാക്കി സൂക്ഷിക്കുക എന്ന ശൈലി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നിലവിൽ വന്നതാണ്. അത് വലിയൊരു ഇബാദത്താണ്, അമലായി അംഗീകരിക്കപ്പെട്ടു ഖുർആൻ ഷരീഫിനെ മനഃപ്പാഠമാക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ഷൈഉൻ മിനൽ ഖുർആൻ കൽ ബൈത്തിൽ ഖരിബി, ഒരാളുടെ ഹൃദയത്തിൽ, അവൻ്റെ ഉള്ളിൽ ഖുർആനിൻ്റെ അല്പമെങ്കിലും ഇല്ല എങ്കിൽ അത് ജനവാസമില്ലാത്ത വീട് പോലെയാണ്, തകർന്നു കിടക്കുന്ന വീടിന് സമമാണ്. അപ്പോൾ ഖുർആനിൻ്റെ ഭാഗങ്ങൾ എത്ര കഴിയുമോ അത്രത്തോളം മനഃപ്പാഠമാക്കുവാൻ വേണ്ടി ഓരോ സഹാബാക്കളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരുന്നു. അതേപോലെ സഹാബാക്കൾ ഖുർആൻ മുഴുവനായി മനഃപ്പാഠമാക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നമ്മൾക്കറിയാം, ബീർ മൗന യുദ്ധത്തിൽ 70ഓളം സഹാബാക്കളാണ് ഖാരിയങ്ങൾ, ഹാഫിലീങ്ങൾ, മുഴുവൻ ഖുർആനും മനഃപ്പാഠമാക്കിയവർ മരണപ്പെട്ടു പോവുകയുണ്ടായി. തങ്ങൾക്ക് വളരെ വിഷമമുണ്ടായി. ഒരു മാസത്തോളം ശത്രുക്കൾക്കെതിരിൽ സുബ്ഹ് നമസ്കാരത്തിൽ കുനൂത്തെ നാസിൽ ഓതി റസൂലുള്ളാഹി അവർക്കെതിരെ ദുആ ചെയ്യുകയുണ്ടായി, ശത്രുക്കൾക്കെതിരിൽ. അപ്പോൾ 70ഓളം ഹാഫിലീങ്ങളായ സഹാബാക്കളാണ് ആ യുദ്ധത്തിൽ മരണപ്പെട്ടത്. അതേപോലെ യമാമ യുദ്ധം, മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകൻ മുസൈലിമയുമായി സഹാബാക്കളുടെ യുദ്ധം നടന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ യമാമയിൽ വെച്ച് അവിടെ 700ഓളം ഹാഫിലീങ്ങളായ സഹാബാക്കൾ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ സഹാബാക്കൾ ധാരാളം പേർ ഖുർആൻ മുഴുവനായി മനഃപ്പാഠമാക്കിയവരായിരുന്നു. അപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നുള്ളത് സമയം കളയലല്ല, ഒരു ഇബാദത്താണ്. അതിനെ പരമാവധി ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത് വിശ്വാസികളോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന, കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അറബ് സമൂഹത്തിൽ ഷിർക്കിൽ കഴിഞ്ഞുകൂടിയ സമൂഹത്തിൻ്റെ ഹൃദയങ്ങളിൽ വലിയ വിപ്ലവം സാധ്യമാക്കി ഖുർആൻ ഷരീഫ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഷരീഫ് ഉറക്കെ ഓതുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ചെറിയ പള്ളി നിർമ്മിക്കുകയും അദ്ദേഹം അവിടെ ഇരുന്ന് ഖുർആൻ ഷരീഫ് ഉറക്കെ ഓതുകയും ചെയ്യാൻ തുടങ്ങി. മുശ്രിക്കീങ്ങളുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമെല്ലാം അവിടെ വന്ന് അത് കേൾക്കാൻ വേണ്ടിയിരിക്കും. ഈ സമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഓതുക. ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും അത് കൂടുതൽ ചിന്തയോടെയും ആഴത്തിൽ അത് ഗ്രഹിച്ചുകൊണ്ട് ഓതുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിയന്ത്രിക്കാൻ സാധ്യമായിരുന്നില്ല. കാരണം ലാ യംലികു ഐനൈഹി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതാ ഖുർആൻ ഖുർആൻ ഓതുമ്പോൾ അദ്ദേഹം ഉറക്കെ കരയും. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് മുശ്രിക്കീങ്ങളായ സ്ത്രീകളും കുഞ്ഞുങ്ങളും യുവാക്കളുമെല്ലാം അവിടെ തടിച്ചുകൂടും. അതിനെ സംബന്ധിച്ച് ബുഖാരിയിൽ റിവായത്ത് വരുന്നുണ്ട്, ഫാഫ്സഅദാലിക അഷ്റാഫ ഖുറൈശിൻ മിനൽ മുശ്രിക്കീൻ, ബഹുദൈവ ആരാധകരായ ഖുറൈശി സമൂഹത്തിൻ്റെ നേതാക്കളെ ഇതാകെ വെപ്രാളത്തിലാക്കി. ഈ രംഗം കണ്ടിട്ട് ഈ ഖുർആനിൻ്റെ ഈ വശ്യമായ ഈ മാധുര്യം അനുഭവിച്ച് നമ്മുടെ മക്കളും നമ്മളുടെ പെണ്ണുങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് പോയി കളയുമോ, ആകെ അവർക്ക് ബേജാറും വെപ്രാളവുമായിരുന്നു. ഈ നിലയിൽ സഹാബാക്കൾ അവർ ഖുർആൻ മനഃപ്പാഠമാക്കുകയും അത് നമസ്കാരത്തിലും അല്ലാതെയും ഓതിക്കൊണ്ടേയിരിക്കുക എന്നുള്ള ആ കർമ്മം നിർവഹിച്ചുകൊണ്ടേയിരുന്നവരാണ്. അവരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതലായി ഇത് കാണാൻ കഴിയും. ഖുർആൻ ഷരീഫ് ഓതുകയും അതിൻ്റെ ആശയങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കരയുകയും ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ജുമയിൽ നമ്മൾ കേട്ടു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കരച്ചിൽ സുബ്ഹ് നമസ്കാരത്തിൽ അദ്ദേഹം ഖുർആൻ ഓതുകയും അതിൻ്റെ ആശയങ്ങൾ ചിന്തയോടുകൂടി ഓതുകയും കരയുകയും ആ തേങ്ങലുകൾ സഫുകളുടെ ഏറ്റവും അവസാനത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് വരെ കേൾക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഖുർആനിൻ്റെ ആ ആശയങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ട് ഓതുക എന്നുള്ള ശൈലിയായിരുന്നു സഹാബാക്കൾക്കുണ്ടായിരുന്നത്. അതേപോലെ രാത്രി മുഴുവനും ഒരു ഖത്തമൊക്കെ തീർത്ത്, ഈ റമദാൻ മാസത്തിൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഒരു ഖത്തം പൂർത്തിയാക്കുന്ന അനവധി സഹാബാക്കളെ കാണാൻ കഴിയും. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും ഒരു ഖത്തം രാത്രിയിൽ ഓതി പൂർത്തീകരിക്കുന്ന ആളായിരുന്നു. അതേപോലെ തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും ഒരു ഖത്തം പൂർത്തിയാക്കിയിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചും ഈ നിലയിൽ ഒന്നിലധികം ഖത്തം ഖുർആനിൽ ഓതിയിരുന്നു. ഖുർആൻ ഷരീഫ് ഒരു രാത്രിയിൽ ഓതിയതായി വരുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇവരെ സംബന്ധിച്ചും രാത്രിയിൽ റമദാൻ അല്ലാത്തപ്പോൾ ഓരോ ഖത്തം എല്ലാ ദിവസവും രാത്രിയിൽ പൂർത്തിയാക്കുകയും റമദാൻ മാസത്തിൽ ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ രണ്ടുപേരെ സംബന്ധിച്ചും വരുന്നുണ്ട് 2 ഖത്തം പൂർത്തിയാക്കിയിരുന്നു. ഖുർആൻ ആരംഭം മുതൽ അവസാനം വരെ 2 പ്രാവശ്യം ഓതുക. ഇങ്ങനെ ധാരാളമായി സഹാബാക്കൾ, അതേപോലെ താബിഈങ്ങൾ, ഉലമാക്കൾ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഖുർആനിനെ സമ്പൂർണ്ണമായി ഒരു രാത്രിയിൽ പൂർത്തിയാക്കുക എന്നുള്ളത്. അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു, അതേപോലെ വഖീഅ് ബിൻ ജറാഹ് റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഉസ്താദാണ് ഇമാം വഖീഅ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരിൽ നിന്നെല്ലാം രാത്രിയിൽ ഓരോ രാത്രിയിലും എല്ലാ ദിവസവും ഈ നിലയിൽ ഖുർആൻ ഷരീഫ് ഖത്തം പൂർത്തിയാക്കിയിരുന്നതായിട്ട് കാണാം. അതേപോലെ അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭത്തിൽ തൻ്റെ പെൺകുട്ടി സങ്കടപ്പെടുകയാണ്. താൻ മരണപ്പെടാൻ പോകുന്ന ഘട്ടത്തിൽ മകളോട് പറഞ്ഞു, മോളെ കരയേണ്ട ആവശ്യമില്ല, ഈ റൂമിൻ്റെ മൂലയിൽ ഞാൻ 24,000 ഖത്തം പൂർത്തിയാക്കിയതാണ്, അതുകൊണ്ട് നിൻ്റെ വാപ്പയ്ക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് തൻ്റെ മകളെ ആശ്വസിപ്പിക്കുന്നു, സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ 30 വർഷത്തോളം അദ്ദേഹം എല്ലാ രാത്രിയിലും ഒരേ ഖത്തം പൂർത്തിയാക്കിയിരുന്നു. കാണാതെയാണ്, കണ്ടുകൊണ്ടല്ല, മനഃപ്പാഠമാക്കുകയും ആ ഖുർആൻ ഷരീഫ് പൂർണ്ണമായി ഓതുകയും ചെയ്യുകയാണ്. ഇത് ആദ്യകാലം മുതൽ, സഹാബാക്കളുടെ കാലം മുതൽ തന്നെ പിന്നീടുള്ള ഉലമാക്കൾ എല്ലാവരും തന്നെ ആ ഖുർആനുമായുള്ള ബന്ധവും അത് വളരെ സന്തോഷത്തോടെ സമയമെടുത്ത് ഖുർആൻ ഷരീഫ് ഓതുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി സ്വീകരിച്ചിരുന്നു. അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും അത് അവസാനം വരെയും അത് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ അവസ്ഥയായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആൻ ഹിഫ്ള് സഹാബാക്കളെ റസൂലുള്ളാഹി പ്രേരിപ്പിച്ച അനവധി ഹദീസുകൾ കാണാൻ കഴിയും. വഹമലത്തുൽ ഖുർആൻ മഹ്ഫൂഫൂന ബിറഹ്മത്തില്ലാ, ഖുർആനിനെ മനഃപ്പാഠമാക്കിയവർ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പൊതിയപ്പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ ദുനിയാവിലും ആഖിറത്തിലും എല്ലാം ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർക്ക് വലിയ സ്ഥാനമാണ്. നമ്മൾ വ്യക്തികളെ ഉയർത്താൻ വേണ്ടി പറയുകയല്ല, പരിശുദ്ധമായ ഖുർആനിൻ്റെ സ്ഥാനവും അത് മനഃപ്പാഠമാക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് എത്രത്തോളം ഖുർആൻ ഷരീഫ് മനഃപ്പാഠമാക്കാൻ കഴിയും, എത്രത്തോളം ഖുർആനിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആൻ ഓതാൻ കഴിയും, അതിനുവേണ്ടി എത്ര സമയം നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയുമെന്ന് ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ള ആഗ്രഹവും തയ്യാറെടുപ്പുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട മൗലാന മഹ്മൂദുൽ ഹസൻ ദൈവബന്ദി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മാൾട്ട ജയിലിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പിടിക്കപ്പെടുകയും അങ്ങനെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജയിലിലടച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. ഖുർആൻ ഷരീഫുമായിട്ടുള്ള ബന്ധം വിശ്വാസികളിൽ ഇല്ലാതായതാണ് വിശ്വാസികൾക്കുണ്ടാകുന്ന അധപ്പതനത്തിന് കാരണമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതേപോലെ ഐക്യമില്ലായ്മയും
അന്നു മുതൽ ആ മാൾട്ട ജയിലിൽ വെച്ച് തന്നെ അദ്ദേഹം ഖുറാനിൻ്റെ പരിഭാഷ ഉറുദുവിൽ എഴുതാൻ തുടങ്ങി. ആ പരിഭാഷ ഇന്ന് വളരെ പ്രസിദ്ധമാണ്. ലോകത്തെമ്പാടും ധാരാളം മദ്രസകളിൽ നിസാബിൽ അവിടുത്തെ പാഠ്യപദ്ധതിയിൽ അത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. വളരെ ഹ്രസ്വമായ വളരെ ലളിതമായ നിലയിൽ ഉറുദു ഭാഷയിൽ തയ്യാറാക്കിയിരിക്കുന്ന തർജ്ജമയാണ്. അപ്പോൾ ഖുറാനുമായി ബന്ധമുണ്ടാക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും വളരെ അത്യാവശ്യമായ കടമയാണ്, ബാധ്യതയാണ്. എത്രത്തോളം ഖുറാനുമായി നമ്മൾക്ക് ബന്ധമുണ്ടാകുമോ അതനുസരിച്ച് നമ്മൾക്ക് ആത്മീകമായിട്ടുള്ള പുരോഗമനവും ഉന്നതിയും അള്ളാഹുമായിട്ടുള്ള ബന്ധവും ആഖിറത്തിലേക്കുള്ള ആവേശവും അള്ളാഹുവിൻ്റെ ദീനിനെ ജീവിതത്തിൽ പൂർണ്ണമായി അനുസരിക്കാനുള്ള ഒരു ശക്തിയും ശേഷിയുമെല്ലാം നമ്മൾക്ക് കൈവരുന്നത് ഖുറാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം മുഖേനയാണ്. അതുകൊണ്ടാണ് ഈ സഹാബാക്കളിലും താബീങ്ങളിലും അതിനുശേഷമുള്ള ഇമാമിങ്ങളിലെല്ലാം അവർ ഖുറാൻ ഷരീഫിനെ ഈ നിലയിൽ മുറുകെ പിടിക്കുകയും ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അടുത്ത കാലത്തുള്ള മഹാന്മാരിലും ഈ ജീവിതം നമ്മൾക്ക് ദർശിക്കാൻ കഴിയും. വളരെ കുറഞ്ഞ സമയത്ത് ഖുറാൻ ഷരീഫ് ഓതുന്നത് എങ്ങനെ സാധ്യമാകുമെന്നുള്ള സംശയങ്ങൾ സാധാരണ ഉണ്ടാവാറുണ്ട്. അതിനെ സംബന്ധിച്ച് മഹാന്മാർ പറയുന്നത് അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് സഹായം ചെയ്യുന്നവർക്ക് അത് എളുപ്പമാണ്. ഒരു കറാമത്താണ് ഖുറാൻ ചിലരുടെ നാവുകളിൽ എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഖുറാൻ ഷരീഫ് ഓതുന്ന ധാരാളം പേരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അല്ലാമ ഇസ്മായിൽ ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു, ഖുറാൻ ധാരാളമായി സ്ഥിരമായി ഓതുന്നവർക്ക് വളരെ കുറഞ്ഞ 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് ഖുറാൻ ഷരീഫ് പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയും. കൂടെ ഇരുന്നവർ അത്ഭുതപ്പെട്ടു, അതെങ്ങനെ സാധ്യമാകും? 1.25 മണിക്കൂർ കൊണ്ട് ഖുറാൻ ഷരീഫ് മുഴുവൻ ഓതുക? അദ്ദേഹം പറഞ്ഞു, യമുന നദിയുടെ തീരത്ത് നമ്മൾക്ക് അസ്ർ നമസ്കാരത്തിന് ശേഷം ഒരുമിച്ച് കൂടാം. ഡൽഹിയിലാണ്. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ മകൻ്റെ മകനാണ് ഇദ്ദേഹം, ഇസ്മായിൽ ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി. യമുന നദിയുടെ തീരത്ത് കുറച്ച് ആലിമീങ്ങൾ ഒരുമിച്ച് കൂടി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇദ്ദേഹവും ഈ നിലയിൽ ഖുറാൻ ഷരീഫ് കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ആളാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് നിങ്ങളൊന്ന് അത് സാധ്യമാക്കി തരാമോ, കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയും അദ്ദേഹം ഒരു ദിവസം ഒരുമിച്ച് കൂടി അവിടെ വെച്ച് ഇതേപോലെ അസർ നമസ്കാരത്തിന് ശേഷം മഗ്‌രിബിന് മുമ്പായി ഖുറാൻ ഷരീഫ് അവരുടെ മുന്നിൽ പൂർണ്ണമായി ഓതി പൂർത്തിയാക്കി കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു കറാമത്താണ്. പരിശുദ്ധമായ ഖുറാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പൂർണ്ണമായി ഓതാൻ ചിലർക്ക് അല്ലാഹു, ചില വലിയകൾക്ക് ഭൂമി യാത്ര വളരെ എളുപ്പമാക്കി കൊടുക്കുന്നത് പോലെ തയ്യുൽ ലിസാൻ, നാവിൽ അല്ലാഹു തആല ഖുറാനിനെ വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റുന്ന, കുറഞ്ഞ സമയം കൊണ്ട് പൂർണ്ണമായി ഓതാൻ പറ്റുന്ന സാഹചര്യം കൊടുക്കും. ആ ഗണത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം. അതേപോലെ മൗലാന കരീം ബക്ഷ് എന്ന് പറയുന്ന ഒരു ഗംഗോഹിയിലെ, യുപിയിലുള്ള ഗംഗോഹിലെ ഒരു പണ്ഡിതനാണ്, ഒരു സാലിഹായ മനുഷ്യൻ. അദ്ദേഹം വളരെ കുറഞ്ഞ 3.5 മണിക്കൂർ കൊണ്ട് ഖുറാൻ ഷരീഫ് പൂർണ്ണമായി ഓതി തീർക്കുമായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ ഖുറാൻ സ്ഥിരമായി നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മുടെ നാവുകളിൽ ഖുറാൻ കൂടുതലായി ഓതാനുള്ള അവസരം തരും. അലി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഒരു ദിവസം 24 മണിക്കൂറിൽ 8 ഖത്തം അദ്ദേഹം പൂർത്തിയാക്കുമായിരുന്നു. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് അബ്ദുൽ ഫത്താഹ് അബു ഉദ്ദ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നുണ്ട്, ഖുറാൻ ഷരീഫ് സാലിഹീങ്ങൾ, സഹാബാക്കൾ, താബിഈങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഓതിയിരുന്നു. കൂടുതലും കാന കസീറൂന യഖ്തിമൂന ഫീ യൗമിൻ വലൈലത്തിൻ ഖത്മതൻ, കൂടുതൽ ആൾക്കാർ ഉലമാക്കൾ സാധാരണ 1 മാസത്തിലാണ് ഖുറാൻ ഷരീഫ് ഖത്തം ആക്കാറുണ്ടായിരുന്നത്. പക്ഷേ വബഅദുഹും, ചിലർ ഒരാഴ്ച കൊണ്ട് ഖുറാൻ പൂർത്തിയാക്കുന്നവർ, ചിലർ 3 ദിവസം കൊണ്ട് ഖുറാൻ പൂർത്തിയാക്കുന്നവർ, ചിലർ ഒറ്റ ദിവസം കൊണ്ട് ഖുറാൻ പൂർത്തിയാക്കുന്നവർ. അതേപോലെ ഒരു ദിവസത്തിൽ 8 പ്രാവശ്യം ഖുറാൻ പൂർത്തീകരിച്ചതായിട്ടുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ ഖുറാൻ പൂർത്തീകരിച്ചതായിട്ട് വന്നിട്ടുള്ളത് എന്ന് ഈ ഇഖാമത്തുൽ ഹുജ്ജ എന്ന ഗ്രന്ഥത്തിൽ അബ്ദുൽ ഫത്താഹ് അബു ഉദ്ദ റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 8 ഖത്തം വരെ പൂർത്തിയാക്കുന്ന സജ്ജനങ്ങൾ, സാലിഹീങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഓതുന്നതായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾക്ക് ഖുറാൻ ഷരീഫ് ഈ പ്രാവശ്യം ഹാഫിദിൻ്റെ പിന്നിൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ കേൾക്കാനുള്ള അവസരം കിട്ടി. നമ്മളും ഒരു പ്രതിജ്ഞ എടുക്കണം, നമ്മളുടെ ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഖുറാൻ ഷരീഫ് പഠിക്കുകയും അതേപോലെ ഓതുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന നിലയിൽ ഒരു തീരുമാനം നമ്മളുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മൾക്കുണ്ടാകണമെങ്കിൽ ഖുറാനുമായിട്ട് നമ്മൾക്ക് ബന്ധമുണ്ടാവണം. ഖുറാനിൻ്റെ ആശയങ്ങൾ അറിയുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അപ്പോഴാണ് കൂടുതലായി നമ്മൾക്ക് അതിലേക്കുള്ള ആഗ്രഹം ഉണ്ടാവുക. ഓരോരോ ആയത്തുകളും അത് ഓതി മണിക്കൂറുകളോളം കരയുന്ന സാഹചര്യം പ്രവാചകനിൽ നിന്ന് നമ്മൾക്ക് കാണാം. വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഈ ഒരായത്ത് തന്നെ ഓതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഒരു റക്അത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കൂ എന്ന ആഖിറത്തിൽ വെച്ച് കുറ്റവാളികളോട് പറയപ്പെടും എന്ന ആശയം വരുന്ന ആയത്താണ് വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. തങ്ങൾക്ക് അതിന് മുന്നോട്ട് ഓതാൻ പറ്റുന്നില്ല. ആ രംഗം തന്നെ റസൂലുള്ളാഹി കാണുകയാണ്. ലക്ഷോപലക്ഷം നരകത്തിന് വേണ്ടി തീരുമാനിക്കപ്പെട്ട ജനങ്ങൾ അവരെ ദുഃഖിതരായി കഴിഞ്ഞുകൂടുന്ന ആ രംഗം റസൂലുള്ളാഹി തൻ്റെ മുന്നിൽ കാണുകയാണ്. അനുഗ്രഹത്തിൻ്റെ അങ്ങേയറ്റത്തെ സമ്പൂർണ്ണ അനുഗ്രഹം സമൂഹങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആ പ്രവാചകൻ
ഒരു വലിയ വിഭാഗം നരകത്തിലേക്ക് തീരുമാനിക്കപ്പെടുകയും നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നുള്ള അള്ളാഹുവിൻ്റെ തീരുമാനവും മാറി നിൽക്കൂ എന്നവരോട് പറയപ്പെടുകയും ചെയ്യുന്ന ആ രംഗം തൻ്റെ പ്രവാചകൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണുകയാണ്. അത് കണ്ടപ്പോൾ പിന്നെ ആ ആയത്ത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വംദാസ്ലിയോ മയ്യുഹൽ മുജരിമോ, ഒരു രാത്രി മുഴുവൻ ആയത്ത് ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ വൈൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് വൈൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ ആയത്ത് ഒരിക്കൽ ഓതി രാത്രി മുഴുവൻ ഒരു റക്അത്തിൽ ഓതിക്കൊണ്ടേയിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ നിന്റെ അടിമകളെ ശിക്ഷിക്കുകയാണെങ്കിൽ നിനക്കതിന് കഴിയും, അവർ നിന്റെ അടിമകളാണ്. നീ മാപ്പാക്കുകയാണെങ്കിൽ നിനക്കതിനും കഴിയും, കാരണം നീ പ്രതാപിയാണ്, യുക്തിമാനാണ്, നിനക്കതിനെല്ലാം സാധിക്കും, എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടല്ലോ അല്ലാഹുവേ. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഈസാ നബി പറയുന്ന രംഗമാണ് ഖുറാനിൽ അവതരിപ്പിക്കുന്നത്. ആ ഭാഗം ഓതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞുകൂടുകയാണ്. ഈ നിലയിൽ നമ്മളും അതിൻ്റെ ആശയങ്ങൾ, ഓരോ ആയത്തിൻ്റെ ആശയം അറിഞ്ഞുകൊണ്ട് ഓതിയാൽ മുന്നോട്ട് പോകാൻ പറ്റാതെ ആയത്തിൽ മാത്രം നിന്ന് നമ്മൾ കരഞ്ഞ് നമ്മൾക്ക് ഓതേണ്ടി വരും. ആ ഓരോ ആഖിറത്തിൻ്റെ രംഗങ്ങൾ, നരകത്തിൻ്റെ രംഗങ്ങൾ, അതേപോലെ തന്നെ സ്വർഗീയ രംഗങ്ങൾ, അതേപോലെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ നിലയിൽ അള്ളാഹുവിൻ്റെ അടിമകൾ നിൽക്കുന്ന ആ രംഗങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കറിയുകയും നമ്മൾക്ക് ഖുർആൻ മുന്നോട്ട് ഓതാൻ പറ്റാത്ത അവസ്ഥ നമ്മൾക്കുണ്ടാവുകയും ചെയ്യും. ചെറിയ ചെറിയ സൂറത്തുകൾ മഹാന്മാർ പറയുന്നുണ്ട്, നമ്മൾക്ക് വലിയ സൂറത്തുകളൊന്നും അറിയില്ല എങ്കിൽ ചെറിയ ചെറിയ സൂറത്തുകളുടെ ആശയങ്ങളോട് കൂടി പഠിക്കുക. ഒരു റക്അത്തിൽ തന്നെ ആ സൂറത്തുകൾ കൂടുതൽ കൂടുതൽ പ്രാവശ്യം ഓതുക. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, അത് ചെറിയ സൂറത്താണ്. ആഖിറത്തിന്റെ അവസ്ഥയെല്ലാം അതിൽ വിവരിക്കുന്ന ഒരു രംഗമാണ്. യൗമൈദി യസ്റുൻ നാസു അഷ്താതൻ ലിയറൗ അഅമാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. നമ്മൾ ചെയ്ത അമലുകളുടെ പ്രതിഫലം കാണിക്കപ്പെടുന്നതിന് വേണ്ടി കൂട്ടമായി ജനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആ ദിവസത്തിൽ പുറപ്പെടുമെന്നും അവർ ചെയ്ത എല്ലാ പ്രവൃത്തികളും അവർ കാണും. നന്മ അല്പം ചെയ്താൽ നന്മ കാണാൻ കഴിയും, തിന്മയാണെങ്കിൽ തിന്മ കാണാൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കുന്ന ആയത്താണ്. ആ സൂറത്ത് നമ്മൾക്ക് ആശയത്തോടുകൂടി ഓതാനറിയാം. അത് നമ്മൾ നമസ്കാരത്തിൽ 10 പ്രാവശ്യം ആവർത്തിച്ചോതി നമ്മൾക്ക് അള്ളാഹുമായി കൂടുതൽ അടുപ്പവും ആഖിറത്തിൻ്റെ ഭയവും ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള മാനസികമായ അവസ്ഥയെല്ലാം നമ്മൾക്കുണ്ടാകുന്നതിന് കാരണമാകും. അപ്പോൾ ഇതേപോലെ നമ്മൾ പരമാവധി ഖുറാനിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ സാധ്യമാകുന്നില്ലെങ്കിൽ ചെറിയ കുറഞ്ഞ ഭാഗങ്ങളെങ്കിലും ആശയത്തോടു കൂടി പഠിക്കുകയും അത് നമസ്കാരത്തിൽ രാത്രി കാലങ്ങളിൽ ഓതുന്ന ഒരു ശീലമെല്ലാം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പൂർവികരായ സ്വാലിഹീങ്ങൾ അവരുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതേപോലെ നമ്മളുടെ നാട്ടിലെ നമ്മുടെ പള്ളികളിൽ ഖുറാനിൻ്റെ ക്ലാസ്സുകൾ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുകയും അതിലൂടെ ഖുറാനിൻ്റെ ആശയങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മുതലെടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ജീവിതത്തിൻ്റെ അവസാനം വരെയും പരിശുദ്ധ ഖുറാനിനെ നെഞ്ചിലേറ്റുകയും അതിൻ്റെ ആശയ ആദർശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന സാലിഹ്യങ്ങളിൽ നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന്